അറിഞ്ഞു വളരുമ്പോൾ അതിനോടൊപ്പം തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരു വൈകാരികമായിട്ടുള്ള ഇഴയെടുപ്പം നമ്മുടെ കുടുംബങ്ങൾക്കകത്തുണ്ടാകണം. സ്നേഹത്തിന്റെ നൂലുകൊണ്ട് നെയ്ത നല്ലൊരു ഇഴയെടുപ്പം നമ്മുടെ കുടുംബങ്ങൾക്കകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകില്ല. ഇല്ലെങ്കിൽ അവർ കൂടെയുള്ളവരുടെ കൂടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ താല്പര്യപ്പെടില്ല. കണ്ടിട്ടില്ലാത്ത ആരോടെങ്കിലും ഒക്കെ സംസാരിച്ച് നേരം കളയാനായിരിക്കും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ ചേർന്ന് നിൽക്കാനോ ചേർത്ത് പിടിക്കാനോ സാധിക്കാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും. അതുകൊണ്ട് എനിക്ക് ഇത്ര മാത്രമേ നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. നമ്മളുടെ കുടുംബങ്ങൾക്കകത്തെ വൈകാരിക ബന്ധങ്ങൾ എപ്രകാരമാണെന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും എന്തെങ്കിലും പൊരുത്തക്കേടുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സമയം കൊടുക്കാനും അവരെ അറിയാനും നിങ്ങൾ ശ്രമിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. അവരെ തെറ്റിദ്ധാരണകൾ കൊണ്ട് അവരെ ഇല്ലാതാക്കരുത്. അവരെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള ശ്രമം നടത്തണം. പലപ്പോഴും നമ്മൾ മാതാപിതാക്കൾ ഇതൊക്കെ അടക്കി പിടിച്ച് ഉള്ളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. നമ്മളുടെ കമന്റ് സെക്ഷനിലൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറിലോട്ടോ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയോ കമന്റ് ചെയ്തോ എന്ത് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംസാരിക്കാം. വിദഗ്ധരായ മാനസിക ആരോഗ്യ പ്രവർത്തകർ നിങ്ങളോട് കൂടെയുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാം, അതിനെ ഇല്ലാതെയാക്കാം. അവർക്ക് നല്ലൊരു ജീവിതവും നല്ല വ്യക്തിത്വവും നമുക്ക് നൽകാം.